മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? മഴയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ? ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്യാം. ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ വേണ്ട, ഇലക്ട്രിക് ബീറ്റർ വേണ്ട, ആകപ്പാടെ വേണ്ടത് പ്രഷർ കുക്കറാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ വളരെ ടേസ്റ്റിയായ വാനില സ്പോഞ്ച് കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് ട്രേ പ്രിപ്പയർ ചെയ്യുന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ നമ്മുടെ ബേക്കിംഗ് ട്രേ സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബേക്കിംഗ് ട്രേ ആണിത്. അത് ആദ്യം വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാ സൈഡ്സും നന്നായിട്ട് ഗ്രീസ് ചെയ്യണം. ഇതിൻ്റെ സൈഡ്സൊക്കെ ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ്സൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് കണക്കായിട്ടൊരു ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരല്പം മൈദപ്പൊടി വിതറിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ പേപ്പറും കൂടെ ഇതിൽ വെച്ചതിന് ശേഷം ബേക്കിംഗ് ട്രേ ശരിയായി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രഷർ കുക്കറിലല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് അടുത്തത്. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. ആ പ്രഷർ കുക്കറിലേക്ക് ആദ്യം തന്നെ കല്ലുപ്പ് വിതറി കൊടുക്കുകയാണ്. കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ പൂഴിയായാലും മണലായാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രേ വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് പ്രഷർ കുക്കർ അങ്ങോട്ടേക്ക് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇത് ഹീറ്റ് ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റവ് ഓൺ ചെയ്താൽ മതി. ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റും നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിത് സ്റ്റവ് ഓൺ ചെയ്യും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ട് നമുക്ക് ചേർക്കുന്ന സമയത്ത് പറയാം. അപ്പം ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പാണ് മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു കപ്പിന് അളന്നിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു കപ്പിന് ആദ്യമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്, ഈ മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് 1/2 കപ്പ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഈ മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കുവാണ്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞു. അടുത്തതായി ഞാൻ ചേർക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്. പഞ്ചസാര മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അതും 1/2 കപ്പാണ് ചേർക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. മുഴുവനായി ഒന്ന് ചേർക്കട്ടെ. അപ്പോൾ പഞ്ചസാരയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും പൗഡേർഡ് ഷുഗറും കൂടെ ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർക്കണം. സ്മെല്ലില്ലാത്ത ഓയിലായിരിക്കണം ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്ത വെളിച്ചെണ്ണയുടെ ഒരു മണമാണ്. വെജിറ്റബിൾ ഓയിലിന് പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഞാനൊരു വിസ്ക് വെച്ചാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചേർത്ത് കൊടുത്ത 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് സമയം ഞാനൊന്ന് വിസ്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായി വിസ്ക് ചെയ്തു. നമ്മൾ പ്രഷർ കുക്കറിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ സമയത്താണ് നമ്മൾ പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെക്കേണ്ടത്. സ്റ്റവ് ഓൺ ചെയ്തിട്ട് പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെക്കാം. 10 മിനിറ്റാണ് നമുക്ക് പ്രീ ഹീറ്റഡ് ആവേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയായിട്ട് വരുന്ന ഈ സ്റ്റേജിൽ നമുക്ക് പ്രഷർ കുക്കർ സ്റ്റവ് ഓൺ ചെയ്ത് അങ്ങോട്ടേക്ക് ചെറിയ തീയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഈ ബാറ്റർ റെഡിയായി വരുന്ന സമയം കൊണ്ട് അത് ഹീറ്റ് ആയിക്കോളും.
അപ്പോൾ പ്രഷർ കുക്കർ ഞാൻ സ്റ്റൗവിലോട്ടേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. വളരെ ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാം. ഇനി അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് മൈദാപ്പൊടിയാണ്. 1.25 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അളന്നെടുത്ത അതേ കപ്പിന് 1.25 കപ്പ്. ഈ മൈദാപ്പൊടി ചേർക്കുന്നത് ഒരു അരിപ്പയിൽ കൂടി ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം അതിലൂടെ ആയിരിക്കണം മൈദപ്പൊടി നമ്മൾ അരിച്ച് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെയും 1-2 ഇൻഗ്രീഡിയൻസ് തന്നെ ഈ അരിപ്പയിലോട്ടേക്ക് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പം മൈദപ്പൊടി അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതൊന്ന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ആണ്. ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർക്കട്ടെ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ അളന്നെടുക്കട്ടെ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിത് എല്ലാം കൂടെ അരിച്ച് ചേർക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നും ചേർക്കണ്ട, ഒരു പിഞ്ച് ചേർത്താൽ മതി. അപ്പോൾ ഒരു പിഞ്ച് സോൾട്ട് കൂടെ ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മൈദപ്പൊടി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ഗ്ലാസ് പാലാണ്. അത് ചൂട് പാലാണ്. അത് കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങനെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് ഈ ബാറ്റർ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അല്പാൽപ്പായിട്ട് ചേർക്കുന്നത്. ആദ്യമേ തന്നെ മുഴുവനായി ചേർത്താൽ ഈ മൈദപ്പൊടി കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ ചേർത്ത പാലും ഇതും കൂടി ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി കുറച്ചുകൂടെ പാല് ചേർക്കാം. എന്നതിന് ശേഷം ഒന്നുകൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പാല് കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇഡ്ഡലി ബാറ്റർ കൺസിസ്റ്റൻസിയാണിത്. കുറച്ച് തിക്കായിട്ട് കിടക്കുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി അവസാനമായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ്. ആ വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ എടുക്കട്ടെ. വാനില എസൻസ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. എന്നതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് ഒന്ന് എല്ലായിടും എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടിത് ഈ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാറ്റർ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഒരു പോറിങ് കൺസിസ്റ്റൻസിയാണ്. കൂടുതൽ തിക്കുമല്ല കൂടുതൽ തിന്നുമല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ. അപ്പോൾ ബാറ്ററി മുഴുവനായി ഒഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. കാരണം ഇതിലുള്ള എയർ ബബിൾസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തട്ടിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ ഹോൾസ് വരുന്നുണ്ട്. എയർ ബബിൾസ് പുറത്തേക്ക് എല്ലാം കളയണം. ഇതിൻ്റെ അകത്ത് കടന്നു കൂട്ടിയിട്ടുള്ള ഇതുപോലെ ഹോൾസ് വരും. ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ ബബിൾസ് വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ തട്ടിക്കൊടുത്തു. എല്ലാം സെറ്റായി. ഇനി നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കറിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഞാനിത് വെച്ച് കഴിഞ്ഞു. കുറച്ച് സാഹസികമായൊരു വർക്കായിരുന്നു അത്. ഞാനൊരു ബാക്കിലൊരു തുണിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇറക്കിയൊക്കെ ചെയ്ത്. കാരണം പ്രഷർ കുക്കർ നല്ല ചൂടാണ്. അപ്പോൾ സൈഡിലൊക്കെ കൈ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം ഇതിൻ്റെ അടിയിലായിട്ട് ഒരു തുണി വിരിച്ചിട്ട് ആ തുണി അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നീട് ആ തുണി ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ ലിഡൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ലിഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ ഒരു 40 മിനിറ്റാണ് ഇതിന് ബേക്കിംഗ് ടൈമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലോവസ്റ്റ് ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ബേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്.
ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പം തന്നെ തുറക്കരുത്, ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ കേക്ക് പ്രഷർ കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റിപ്പിടിക്കും. ടൂത്ത് പിക്ക് ക്ലീനാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് സാവധാനം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, സാവധാനം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങ് മറിച്ചിടാം. ആദ്യം ഞാൻ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടുവിച്ച് കൊടുക്കട്ടെ. ഇത് ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട്, എന്നാലും ഒരു പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒരു കത്തി വെച്ചിട്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇളകി വരുന്നുണ്ട്. ഇനി ഞാനൊരു ഇതിൻ്റെ സൈഡ്സൊക്കെ ഞാൻ കത്തി വെച്ചൊന്ന് വിടുവിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് നമുക്ക് ടേൺ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ടേൺ ചെയ്ത് കഴിഞ്ഞു പ്ലേറ്റിലോട്ടേക്ക് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലേ, അപ്പോൾ ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ മുകളിലായിട്ടാണ് കിടക്കുന്നത്. ആ ബട്ടർ പേപ്പർ ഞാനൊന്ന് സാവധാനം ഇങ്ങനെ പറിച്ച് കളയട്ടെ. ഇതുപോലെ ബട്ടർ പേപ്പർ നമുക്ക് സാവധാനം പറിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ബട്ടർ പേപ്പർ ഞാനൊന്ന് പറിച്ച് കളയട്ടെ. കണ്ടില്ലേ, ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. വളരെ സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയ കേക്ക് നമുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കമഴ്ത്തിയിടാം. അല്ല, മുകളിലേക്ക് ഞാൻ വെച്ച് കഴിഞ്ഞു. കണ്ടില്ലേ, കേക്ക് വളരെ പെർഫെക്റ്റ് അല്ലേ? ഇതിൻ്റെ സൈഡ്സും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ഒട്ടും തന്നെ കരിയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പോലെ പൊങ്ങി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതിൻ്റെ പിടിൽ ഭാഗമൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. Better off